സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ PIPയുടെ അധ്യക്ഷനായിട്ട് ബ്രദർ KK ഡേയ്സ് അവരുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായി നമുക്ക് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ജെഫീൻ സാന്നിധ്യം കൂട്ടിയിരിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാമും സന്തോഷമായി നടക്കുക ഇടയാക്കണേ. പ്രോഗ്രാം ചെയ്യണവരെ ദൈവമേ അനുഗ്രഹിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവമേ ഞങ്ങൾ നടത്തിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണേ സ്വർഗ്ഗീയ പിതാവേ. അടുത്തതായി ഒരു മനോഹരം പാട്ടാണ് സിഫാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പഴയ ഗാനം പാടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. താനുറക്കി കീണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. താനുറക്കി കീണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. ഏകയാഗം മൂലമാർക്കും ഏകുവാനായി മോക്ഷമാർഗം. ഏകയാഗം മൂലമാർക്കും ഏകുവാനായി മോക്ഷമാർഗം. ലോകപാപമാകവേ നീ നിന്നിലാക്കി നിഷ്കരുണം. ലോകപാപമാകവേ നീ നിന്നിലാക്കി നിഷ്കരുണം. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. താനുറക്കി കീണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. പാപം അറിയാത്തവനെ ഞാനവനിൽ ദൈവനീതി. പാപം അറിയാത്തവനെ ഞാനവനിൽ ദൈവനീതി. ആകുവതിനായി എനിക്കായി പാപമാക്കി തീർത്തോ ദേവ. മൃത്യുവിൽ നിന്നെൻ്റെ പ്രാണൻ വീഴ്ചയിൽ നിന്നെൻ്റെ കാൽകൾ. മൃത്യുവിൽ നിന്നെൻ്റെ പ്രാണൻ വീഴ്ചയിൽ നിന്നെൻ്റെ കാൽകൾ. കണ്ണുനീരിൽ നിന്നും കണ്ണുകൾ നിർണയം വിമോചിപ്പാനായി. കണ്ണുനീരിൽ നിന്നും കണ്ണുകൾ നിർണയം വിമോചിപ്പാനായി. ദൈവമേ നീ കൈവെടിഞ്ഞു കാൽവരിയിൽ നിൻ സുതനേ. താനുറക്കി കീണിടുന്നു പ്രാണനെ വെടിഞ്ഞിടുന്നു. ദൈവമേ നീ കൈവെടിഞ്ഞോ കാൽവരിയിൽ നിൻ സുതനേ. താങ്ക് യു. മനോഹരമായ ഒരു പാട്ട് പാടാൻ പയ്യതിനെ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ വീണ്ടും ഇതുപോലെ പാടി വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇത് റിപ്പോർട്ട് സെക്രട്ടറിയെ വിളിക്കണം.
ദൈവത്തിന് സ്തോത്രം. 19/10/2025 നടന്ന PIPA പ്രോഗ്രാം റിപ്പോർട്ട്. ദൈവത്തിന് മഹത്വം. ബ്രദർ ജെനിമോൻ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ സഞ്ജു മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് പാട്ട് ജസ്വിൻ എബിൻ പോൾ ചേർന്ന് മനോഹരമായി ആലപിച്ചതിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സുവിശേഷം എന്ന പ്രോഗ്രാം ബ്രദർ അബിയേൽ സിസ്റ്റർ മർഫിയും ചേർന്ന് മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പഴയ ഗാനം ബ്രദർ വില്യംസ് മനോഹരമായി ആലപിച്ചതിന് ശേഷം ചെറുകഥ സാൽവറ്റ് തിംതി മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ഏഞ്ചൽ ആൻ്റണിയുടെ മനോഹരമായ ഗാനത്തിന് ശേഷം സിസ്റ്റർ അദീന നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സിസ്റ്റർ ബ്ലെസ്സി അനീഷ് ഒന്നാം സ്ഥാനം ആവുകയും ചെയ്തു. തുടർന്ന് അധ്യക്ഷൻ ആശംസ നൽകിയതിന് ശേഷം പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നൽകുകയും തുടർന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു. എന്ന് PIPക്ക് വേണ്ടി സെക്രട്ടറി. സങ്കീർത്തനം മനപ്പാടമാണ്. ഏബിൾ അജി. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമിൽ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്തേക്ക് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമിൽ ഇസ്രായേൽ അവിടേക്ക് ഗോത്രങ്ങളായ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയോട് നാമത്തിൽ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനയിൽ സ്വൈര്യവുമായിരിക്കട്ടെ. നിന്റെ സഹോദരന്മാരും എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം നിന്റെ നന്മ ഞാൻ അന്വേഷിക്കും. മനോഹരമായി പറയാൻ എന്നെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തതായിട്ട് പാട്ടാണ് മോളി മാത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യാശ ഗാനം പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും പണിയേറ്റവേ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ വാൻതീരകളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാൻ ഏകനാ ആശയറ്റെന്ന് തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ
അതിമനോഹരമായി പാടുവാൻ മോളി സിസ്റ്ററിന് ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തെ വീണ്ടും ഇതുപോലെ പലയിടത്തും പാടാൻ ദൈവം സഹായിക്കട്ടെ. അടുത്തതായി ബൈബിൾ കിസ്സാണ്. അദീന ജോസഫ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും പ്രിയ കർത്തദാസനും ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇതിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ പോലെയുള്ള ചോദ്യങ്ങളായിട്ട് ചോദിക്കണേ. 2 ടീമായിട്ട് തിരിക്കണു. എ ടീം, ഇത് ബി ടീം. എ ടീമിനോട് ഫസ്റ്റ് ചോദ്യം കേട്ടോ. അഹരോൻ ഉപയോഗിച്ചതും ബൈബിളിൽ ഒരിക്കൽ മാത്രം പരാമർശിച്ചിട്ടുള്ളതുമായ ഒരു ഉപകരണം. പാസ് ചെയ്തു. ബി. അല്ല 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 ആൻസർ അറിയില്ല, ഞാൻ പറയാം. കൊത്തുളി. പുറപ്പാട് കൊത്തുളി പുറപ്പാട് 32:4 കേട്ടോ. ഇനി ബി ടീമിനോടൊട്ട ചോദ്യം. ബൈബിളിലെ ഒരു സ്ഥലവും നമ്മുടെ വീട്ടിലെ ഒരു ഉപകരണവും ഒരേ പേരിലുള്ളതാണ്. ഏതാണ് ആ സ്ഥലം? ശരിയാ, ജ്യോതിച്ച് പറഞ്ഞു. മേശാട്ടാ ആൻസർ. ഇനി ടീമിനോടാണ് ചോദ്യം. ബൈബിളിലെ ഒരു പ്രവാചകൻ്റെ പേരും ഒരു ദ്വീപിൻ്റെ പേരും ഒന്നാണ്. പേര് ശരിയാ, എലീശ. ഇനി ടീമിനോട് ബൈബിളിൻ്റെ ഒരേ പേരിൽ അറിയപ്പെടുന്ന വൃക്ഷവും തോടും ഏത്? ബൈബിളിൽ ഒരേ പേരിൽ അറിയപ്പെടുന്ന വൃക്ഷവും തോടും ഏത്? പറഞ്ഞോ. കേട്ടില്ല? അല്ല. പാസ് ചെയ്യാൻ പോണേ. അല്ല അല്ല കിട്ടില്ല. അത് ആൻസർ ഞാൻ പറയാം. അലരി വൃക്ഷം. സങ്കീർത്തനം 137:2. അലരി തോട്. യെശയ്യാവ് 15:7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടാ. എനിക്ക് 2 അക്ഷരം. അതെ എ. റിബേക്കയ്ക്ക് ഞാനുണ്ടായിരുന്നു. മലയാളത്തിൽ അമ്മയുടെ പര്യായ പദം. എൻ്റെ പേരിൽ ഒരു കമ്പനിയും ഇന്ത്യയിലുണ്ട്. എങ്കിൽ ഞാനാര്? അല്ല. ചോദ്യം. എനിക്ക് 2 അക്ഷരമുണ്ട്. റിബേക്കയ്ക്ക് ഞാനുണ്ടായിരുന്നു. മലയാളത്തിൽ അമ്മയുടെ പര്യായ പദം. എൻ്റെ പേരിൽ ഒരു കമ്പനിയും ഇന്ത്യയിലുണ്ട്. എങ്കിൽ ഞാനാര്? ശരി, ആൻസർ ധാത്രി. തിമിത്തേട്ടൻ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ. ഞാനൊരു സാധു മൃഗമാണ്. എൻ്റെ പേരിൽ നിന്നും അവസാനത്തെ 2 അക്ഷരം മാറ്റിയാൽ പിന്നെ സ്ത്രീയുടെ പേരായി. എങ്കിൽ ഞാനാര്? ചോദ്യം ഒരിക്കൽ കൂടെ. ഞാനൊരു സാധു മൃഗമാണ്. എൻ്റെ പേരിൽ നിന്നും അവസാനത്തെ 2 അക്ഷരം മാറ്റിയാൽ പിന്നെ സ്ത്രീയുടെ പേരായി. എങ്കിൽ ഞാനാര്? പറയൂ, ഉറക്കെ പറയൂ. ആൻസർ ശരിയാ. സൗമ്യല്ലേ പറഞ്ഞേ? ജ്യോതിയേച്ചി. കലമാൻ. ആൻസർ. അവസാനത്തെ 2 അക്ഷരം കലമാനുണ്ട്. ആവർത്തനം 14:5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ. ശരീരത്തിൻ്റെ അവയവുമായി ബന്ധപ്പെട്ട ഒരു ഗോപുരം. ശരീരത്തിൻ്റെ അവയവവുമായി ബന്ധപ്പെട്ട ഒരു ഗോപുരം. ശരിയാ, ആൻസർ ആര് പറഞ്ഞേ? ജോർജ് ഏട്ടൻ. ദന്തഗോപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ. ബൈബിളിൽ ദൂരത്തിനായി പറഞ്ഞിട്ടുള്ള അളവിനകത്ത് നാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന മറ്റൊരളവും കാണാം. ഏത്? ശരിയാ, സീനേച്ചി പറഞ്ഞോടെ. നാഴിക. ആൻസർ. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ട്ടാ. ഞാനൊരു സസ്യമാണ്. എൻ്റെ പേര് തുടങ്ങുന്നത് ഒരു മത്സ്യത്തിൻ്റെ പേരോട് കൂടെയാണ്. ഞാൻ ആരാണെന്ന് പറയാമോ? ശരി, ആൻസർ എഡ്വിൻ പറഞ്ഞു. ചൂരച്ചെടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ. ഒരു വ്യക്തിയുടെ പേരും, ചോദ്യം ശ്രദ്ധിച്ചോട്ടാ, ഒരു വ്യക്തിയുടെ പേരും ഒരു ദേശത്തിൻ്റെ പേരും ഒരു പർവ്വതത്തിൻ്റെ പേരും ഒന്നാണ്. എന്താണ് പേര്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ. ഒരു വ്യക്തിയുടെ പേരും ഒരു ദേശത്തിൻ്റെ പേരും ഒരു പർവ്വതത്തിൻ്റെ പേരും ഒന്നാണ്. എന്താണ് പേര്? ജ്യോതിയേച്ചി തിരുത്തിയാണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കിട്ടില്ലേ? വേറെ ചോദിക്കാം. ഉത്തരം സേയിർ. സേയിർ ദേശമുണ്ട്, സേയിർ പർവ്വതമുണ്ട്. സേയിർ വ്യക്തിയുടെ പേരുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനെ എളുപ്പമുള്ളത് ചോദിക്കാം. കേരളീയ വിവാഹ സദ്യകളിൽ ഞാനാണ് കേമൻ. വേദപുസ്തകത്തിലെ 3 പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് പറയുന്നു. എന്നെ ഭക്ഷിച്ചപ്പോൾ ചിലർ നിലവിളിച്ചു. എന്നെ അറിയാമോ? ആൻസർ ശരിയാ, തിമിത്തേടൻ. പായസം കേട്ടോ ആൻസർ.
താങ്ക് യു. മത്സരം നടത്തുവാൻ അദീന ജോസഫിൻ്റെ ദൈവാനുഗ്രഹിക്കുന്ന സ്തോത്രം. അടുത്തത് ഒലിവിയ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു മുടിയനായ പുത്രൻ്റെ ഉപമ പറയുന്നു. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കുന്നു? ഞാൻ എൻ്റെ ഈ എളിയ ചിന്തയിൽ വന്ന കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അവിടെ 17-ാം വാക്യത്തിൽ അവന് സുബോധം വന്നിട്ട് എന്ന് കാണുന്നു. ഈ സുബോധം വന്നപ്പോൾ അവനുണ്ടായ 3 തിരിച്ചറിവുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അപ്പൻ്റെ ഭവനത്തിൽ സുഖമായി കഴിഞ്ഞിരുന്ന താൻ ഇപ്പോൾ പന്നി തിന്നുന്ന വാളവര പക്ഷി കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ കൂലിക്കാർ ഭക്ഷണം ഭക്ഷിച്ച് ശേഷിക്കുന്നു. ഈ തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ഏതിൽ നിന്ന് വീണു എന്നറിഞ്ഞ് ആദ്യ കൃപയിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള തിരിച്ചറിവ്. രണ്ടാമതായി തൻ്റെ അപ്പനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. തൻ്റെ സ്നേഹസമ്പന്നനായ അപ്പൻ തൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ്. സ്നേഹത്തിൻ്റെ മകുടമായ കരുണയുള്ളവനായ എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവം തൻ്റെ മക്കളുടെ മടങ്ങിവരവിൽ സ്വീകരിപ്പാൻ കാത്തിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. മൂന്നാമതായി തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്ന സമൃദ്ധിയും സ്നേഹവുമുള്ള തൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഈ തിരിച്ചറിവുള്ളവന് മാത്രമേ മടങ്ങി വന്ന് അപ്പനുമായി ചേരുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സ്വർഗീയ ഭവനത്തെക്കുറിച്ചും ആ ഭവനത്തിലെ സന്തോഷവും സമൃദ്ധിയും സുഖവുമായുള്ള വാസത്തെക്കുറിച്ചും നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. ഈ തിരിച്ചറിവിനെയും ആ മടങ്ങി വരവിനെയും ഓർത്തുകൊണ്ട് എം.ഇ. ചെറിയാൻ സാർ തൻ്റെ തൂലിക ചലിപ്പിച്ചെഴുതി. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, കെട്ട മകനെ പോലെ ദുഷ്ടവഴികളിൽ എന്നിഷ്ടം പോൽ ഞാൻ നടന്നു. കെട്ട മകനെ പോലെ ദുഷ്ടവഴികളിൽ എന്നിഷ്ടം പോൽ ഞാൻ നടന്നു. എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ. എന്നെ കെട്ടിപ്പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, എല്ലാം തുലച്ചു നീച പന്നീൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എല്ലാം തുലച്ചു നീച പന്നീൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എന്നെ തള്ളാതെ മേത്തരമങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാ. എന്നെ തള്ളാതെ മേത്തരമങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, പാപച്ചെളിക്കുഴിയിൽ വീണു മരിച്ചവൻ ഞാൻ വീണ്ടും ജീവൻ ലഭിച്ചു. പാപച്ചെളിക്കുഴിയിൽ വീണു മരിച്ചവൻ ഞാൻ വീണ്ടും ജീവൻ ലഭിച്ചു. തീരെ കാണാതെ പോയവൻ ഞാൻ കണ്ടു കിട്ടി മഹത്വം മുറ്റും നിനക്കപ്പനേ. തീരെ കാണാതെ പോയവൻ ഞാൻ കണ്ടു കിട്ടി മഹത്വം മുറ്റും നിനക്കപ്പനേ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, അപ്പാ നിൻ വീട്ടിലിനി എക്കാലവും വസിക്കും ഈ പാപിയെന്നടിയാ. അപ്പാ നിൻ വീട്ടിലിനി എക്കാലവും
വസിക്കും ഈ പാപിയെന്നടിയാ. എനിക്കിപ്പാരിൽ ലാഭമെല്ലാം ചപ്പാടൻ ദൈവമേ നീ തൃപ്പാദമെൻ ഗതിയേ. എനിക്കിപ്പാരിൽ ലാഭമെല്ലാം ചപ്പാടൻ ദൈവമേ നീ തൃപ്പാദമെൻ ഗതിയേ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. അതുകൊണ്ട് പ്രിയരെ, കൃപയിൽ നിന്നും വീണു പോകാതെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചും അവൻ്റെ ഭവനത്തെക്കുറിച്ചും തിരിച്ചറിവുള്ളവരായി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നീക്കാം. നന്ദി. മനോഹരമായൊരു മുടിയപുത്രൻ്റെ പാട്ടിൽ കൂടി ഈ മകൾ അവതരിപ്പിച്ചതിനായി ദൈവത്തെ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തത് ആക്ഷൻ സോങ് ആൻമേരി. If you're happy and you know, clap your hands. If you're clappy and you know, clap your hands. If you're happy and you know, and you really want to show. If you're happy and you know, clap your hands. If you're happy and you know, snap your fingers. If you're happy and you know, snap your fingers. If you're happy and you know, and you really want to show. If you're happy and you know, snap your fingers. If you're happy and you know, slap your thighs. If you're happy and you know, slap your thighs. If you're happy and you know, and you really want to show. If you're happy and you know, slap your thighs. If you're happy and you know, stamp your feet. If you're happy and you know, stamp your feet. If you're happy and you know, and you really want to show. If you're happy and you know, stamp your feet. If you're happy and you know, say hello, hello. If you're happy and you know, say hello, hello. If you're happy and you know, and you really want to show. If you're happy and you know, say hello, hello. If you're happy and you know, say amen, amen. If you're happy and you know, say amen, amen. If you're happy and you know, and you really want to show. If you're happy and you know, say amen, amen. Thank you. എല്ലാവരും കൂട്ടിവരുത്തിയാണ് പറഞ്ഞത്. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പോലെയായി അത്. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. അടുത്തതായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാം സൗമ്യ ജോമോൻ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഫാസ്റ്റ് സെഷൻ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം, ഞാൻ ബൈബിളിലെ ഒരു ഇൻസിഡൻറ്റ് പറയും, ഒരു സംഭവം. പുസ്തകം ഞാൻ പറയും, അധ്യായം നിങ്ങൾ പറയണം. ഞാൻ ചെറിയ ക്ലൂസൊക്കെ തരാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞപ്പം അബ്രഹാമിൻ്റെ യാഗം, അത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഉൽപ്പത്തി ഞാൻ പറയും, അധ്യായം ചെറിയ ക്ലൂ തരാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 2 രാജാക്കന്മാരിലാണ്, 1 തൊട്ട് 4 വരെയുള്ള അധ്യായത്തിലുണ്ട്. ഓക്കെ, 2 രാജാക്കന്മാർ 2:11. അടുത്ത ക്വസ്റ്റ്യൻ, തേജസ്സിൻ്റെ വാടാത്ത കിരീടം. 1 പത്രോസിലാണ്, 1 പത്രോസ് 5:4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോരഹിൻ്റെ മത്സരം സംഖ്യാപുസ്തകത്തിലാണ്, സംഖ്യാപുസ്തകം 16:2. അടുത്ത ക്വസ്റ്റ്യൻ, 2 സാക്ഷികൾ വെളിപ്പാടിലാണ്,
വെളിപ്പാട് 11:3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൺപാത്രങ്ങളിലെ അത്യന്ത ശക്തി. 2 കൊരിന്ത്യരിലാണ് മൺപാത്രങ്ങളിലെ അത്യന്ത ശക്തി. 2 കൊരിന്ത്യർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, യോശുവ 12 കല്ല് ഗിൽഗാലിൽ നാട്ടിയത്. യോശുവയുടെ പുസ്തകത്തിലാണ്. 4-4 അധ്യായത്തിലാണ് സംഖ്യാപുസ്തകം. അടുത്ത ക്വസ്റ്റ്യൻ, നിഴലിനാൽ സൗഖ്യം. നിഴലിനാൽ സൗഖ്യം അപ്പോസ്തല പ്രവൃത്തികളിലാണ്. 4, 5, 6, 7 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, മമ്രയുടെ തോപ്പിലെ വിരുന്നുകാർ. ഉൽപ്പത്തിയിലാണ് മമ്രയുടെ തോപ്പിലെ വിരുന്നുകാർ. ഓക്കെ, 18:1. ഓക്കെ, താങ്ക് യു. സ്പെഷ്യൽ പ്രോഗ്രാം വളരെ ഭംഗിയോടെ നടന്നു. അമ്മാനപ്പനും മരുമകളും എന്ത് ഐക്യതയാണെന്നറിയാമോ? അങ്ങനെ വേണം. അതാണ് സ്പെഷ്യൽ പ്രോഗ്രാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ളത് ആശംസ സന്ദേശമാണ് അധ്യക്ഷൻ്റെ. ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ആരാധനയ്ക്ക് അതിശക്തമായി നമ്മുടെ ദൈവദാസൻ നമുക്ക് ദൈവവചനം പറഞ്ഞ് മനോഹരമായി നമ്മുടെ സന്ദേശം തന്നതാണ്. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഇല്ല. എങ്കിലും അധ്യക്ഷൻ നിലയ്ക്ക് ഒന്ന് പറയാൻ പറഞ്ഞ നിലയ്ക്ക് ഞാൻ ഒരു വാക്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 29:11 തൻ്റെ ജനത്തിന് ശക്തി നൽകും, അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തിന് ശക്തിയും സമാധാനവും പ്രൈസ് ദി ലോർഡ് നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിന് എൻ്റെ സമാധാനം എടുക്കുവാനും കഴിയത്തില്ല. അതാണല്ലോ ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യാശ. നമുക്ക് സമാധാനം ദൈവം തരുന്നു, സന്തോഷം നമുക്ക് തരുന്നു. നമ്മുടെ ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സമാധാനം സന്തോഷമൊക്കെ പ്രാപിക്കാൻ വേണ്ടി വരുന്നവരാണ് നമ്മളൊക്കെ. എങ്കിലും മനുഷ്യരല്ലേ പല ചിന്തകളിൽ നമുക്ക് വരാറുണ്ട്. ആ ചിന്തകൾ വന്നാൽ നമ്മുടെ സമാധാനം തകർന്നു പോകും. ഏക മനസ്സോടെ നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ സഹായിക്കും. അതുകൊണ്ടാണ് പലതിനെക്കുറിച്ചുള്ള നമ്മുടെ വിചാരം സമാധാനം തകർന്നു കളയുമെന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ട് അപ്പസ്തനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴെ 7-ാമത്തെ 6-7 താഴെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും ക്രിസ്തു യേശു സൂക്ഷിക്കും. അങ്ങനെ ആർക്കാണെന്ന് വെച്ചാൽ തൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനമൊക്കെ നമുക്കുള്ളതാണ്. എന്നാൽ ഈ ലോകത്തിലെ സമാധാനമില്ലാത്ത ഈ ലോകത്ത് ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ
ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി PIP കമ്മിറ്റി എന്നെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഹൃദയത്തിൽ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ ഇനി പ്രാർത്ഥനയ്ക്കായി ദൈവദാസനെ ക്ഷണിക്കുന്നു. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് അധ്യക്ഷനായി വന്ന ഡേവിസിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവരും പ്രോത്സാഹന സംഘാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും മുന്നോട്ട് വന്ന് വാങ്ങുക. പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സഭായോഗ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. അതിനുശേഷം ഈ ആഴ്ചയിലും PYP മീറ്റിംഗായി തിരുസന്നിധിയിൽ ഞങ്ങൾ കൂടി വരുവാൻ അങ്ങ് സഹായിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. PYPയുടെ അധ്യക്ഷത വഹിപ്പാൻ നിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. പ്രോഗ്രാമുകൾ നിർവഹിച്ച നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രായവ്യത്യാസം കൂടാതെ കർത്താവെ, കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണം മുതിർന്നവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഉത്സാഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ PYP മെമ്പേഴ്സിനെ പ്രത്യേകം ഓർക്കുന്നു. PYPക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പുത്രിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ട് അങ്ങയുടെ നാമമഹത്വത്തിനായി നിൽപ്പാൻ ദൈവമിടയാക്കണം. ഇതിലൂടെയൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ തികഞ്ഞവരായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരേണ്ടതിന് ദൈവം അവരെ ഒരുക്കണമേ. ഇന്ന് പകൽ പ്രോഗ്രാം നിർവഹിച്ച ചെറിയവരും വലിയവരുമായ എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും ദൈവം സഹായിക്കണം. പ്രിയ കർത്താവെ, ഇത്രത്തോളം ഞങ്ങൾ കൂടി വന്ന നിമിഷം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരണമായി തീരുവാൻ ഇടയാക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കും. തമ്മിൽ കാണുവോളം കൃപയിൽ മറയ്ക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി വന്ദനം. പിതൃപരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മേക്കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച ആ സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈൻ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ.